ആന്റണി ചേട്ടാ, ആന്റണി ചേട്ടാ, We'll be moving to last 3 questions. ഒരു 3 questions കൂടെ നമുക്ക് എടുക്കാം. ആന്റണി ചേട്ടാ, ഇപ്പോ ഇന്നത്തെ കാലത്ത് മാർക്കറ്റിംഗ് എന്നുള്ളൊരു പേര് കൂടുതലായിട്ട് കേൾക്കുന്നുണ്ട്. കാരണം ഇൻസ്റ്റഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, വാട്സപ്പ് ഉണ്ട്. പക്ഷെ ഇതൊന്നും വരാത്തൊരു കാലത്ത് മോഹൻലാൽ സാറിന്റെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ആന്റണി ചേട്ടനായിരുന്നു. ഇത്രയും മനോഹരമായിട്ട് ആ ഒരു നടനെ മാർക്കറ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് എമ്പുരാൻ സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് വന്ന ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു രീതിക്ക് തന്നെ മോഹൻലാൽ സാറിനെ മാർക്കറ്റ് ചെയ്യണം എന്ന് തോന്നിയത്? ആ തോട്ട് എവിടെ നിന്നാണ് വന്നത്? അല്ല, നമ്മൾ സിനിമ കണ്ട് തുടങ്ങുന്ന കാലം മുതൽ മോഹൻലാൽ സാറിൻ്റെ സിനിമകൾ പ്രേക്ഷകരായിട്ടിരുന്ന് കണ്ട് കൊതിച്ച് വന്ന ഒരാളാണ്. അപ്പോൾ ദൈവാനുഗ്രഹത്താൽ ആദ്യമായിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഈ മാർക്കറ്റിൽ നമ്മൾ ഇന്നത്തെ കാലഘട്ടമല്ലല്ലോ, 25-26 വർഷം മുൻപ് നരസിംഹം എന്ന് പറയുന്ന ഒരു സിനിമ നിർമ്മിച്ചിട്ടാണ് ഞാൻ സിനിമ നിർമ്മിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാലങ്ങളെല്ലാം കഴിഞ്ഞു. പക്ഷെ അതിനേക്കാൾ വലിയ ഞങ്ങളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അന്ന് മുതലുള്ള ആ ഒരു സക്സസ്സിൽ നിന്ന് നമ്മൾ വളർന്ന് നമ്മൾ ചിന്തകളൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ മോഹൻലാൽ സാർ എന്ന് പറയുന്ന ഒരാളെ എങ്ങനെ ഉപയോഗിക്കണം, ഏത് തലത്തിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയാവുന്ന ഒരാളുടെ കൂടെ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റി എന്ന് പറയുന്നതാണ് ലാൽ സാറ് പറഞ്ഞതുപോലെ രാജു എന്ന് പറയുന്ന ഒരു സൗഹൃദത്തിൽ നിന്ന് എനിക്കതിന് സാധിച്ചു. അപ്പോൾ അതൊരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഞാൻ പറയുന്നില്ല, ഒരു സ്വപ്നം. ഞാൻ കണ്ട സ്വപ്നത്തിൻ്റെ കൂടെ എനിക്ക് നല്ല കുറേ ആൾക്കാരെ കിട്ടി, അതിൽ രാജുവിനെ എനിക്ക് കിട്ടി. എൻ്റെ സ്വപ്നങ്ങൾ നടത്തിത്തരാൻ പാകത്തിന് ലാൽ സാറിനെ എന്നെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ യാത്ര ചെയ്ത് പോകുന്നു. ആന്റണി ചേട്ടാ, ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഇപ്പം നിലവിൽ ഈ സിനിമ ആന്റണി ചേട്ടൻ്റെ സ്വപ്നം സഫലമാക്കാൻ ഗോപാലൻ ചേട്ടൻ വരുന്നു. തമ്പുരാക്കന്മാരെ പോലെ തമ്പുരാനെ പോലെ എമ്പുരാനെ സ്വീകരിച്ചു. പക്ഷെ ഇപ്പോഴും ലൈക്ക എന്നൊരു പ്രൊഡക്ഷൻ ഇതിലുണ്ടോ? ഇപ്പം നമ്മൾ കാണുന്ന ഇവിടെ ലൈക്കയുടെ പോസ്റ്റിൽ വരുന്നു. ഇങ്ങനെയൊക്കെ ലൈക്ക ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടോ? എന്താണ് ഒന്ന് പറയാൻ പറ്റുമോ? അല്ല, നമ്മൾ ഈ സിനിമ ഇവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ സംസാരിച്ചതാണ്. ഞാൻ ഈ സിനിമ നിർമ്മിക്കാൻ വേണ്ടി ആശീർവാദ് സിനിമാസ് എന്ന് പറയുന്ന ബാനറാണ് മുൻപ് ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ എടുത്തത്. അപ്പോൾ നമ്മളങ്ങനെ ഒന്നിച്ച് വേറെ അങ്ങനെ ഒരു അസോസിയേഷനിലൊന്നും സിനിമ എടുത്തിട്ടില്ല, നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ആദ്യം എല്ലാം ഓൺ പ്രൊഡക്ഷനായിട്ട് തന്നെയാണ് സിനിമകൾ നിർമ്മിച്ചത്. അപ്പോൾ ഇത് വലിയൊരു സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുക മാത്രമല്ല, ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ, അതായത് രാജു ഈ സിനിമ എങ്ങനെയാണ് കാണുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നി അത് എന്നാൽ പറ്റാത്തത്ര രീതിയിൽ ഇതിനെ എത്തിക്കാൻ പറ്റുന്ന ഒരു ആരെങ്കിലുമായിട്ട് എനിക്കൊരു അസോസിയേറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിട്ടാണ് ഞങ്ങൾ ലൈക്ക എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ ഹൗസുമായിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ അതിലങ്ങനെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്ത് വന്നുകൊണ്ടിരുന്നു. പിന്നെ സിനിമ നിർമ്മിക്കുന്ന സമയത്തുണ്ടാകാവുന്ന ചില എന്താ പറയുക, ഒരു യാത്രയിലൊക്കെ എല്ലാ സ്ഥലത്തും ഉള്ളതാണല്ലോ. അപ്പോൾ ഇടയിൽ വെച്ചിട്ട് ആ ചർച്ചകൾ ഒരു നന്നായി വന്നില്ല. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഇതിനകത്ത് 2 പ്രൊഡ്യൂസേഴ്സാണ് ഇപ്പോൾ ഈ സിനിമയുടെ പിന്നിലുള്ളത്. അത് ഒന്ന് ആശീർവാദ് സിനിമാസും അതുപോലെ തന്നെ ഗോകുലം ഗോപാലൻ സാറുമാണ് ഇപ്പോൾ നിലവിൽ ഈ സിനിമയിലുള്ളത്.